ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ ഇവർക്ക് നടക്കാൻ പോകുന്ന ഫൈനൽ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് ചില കമന്റ് എല്ലാം വന്നിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ WWE ചാമ്പ്യൻ കോഡി റോഡ്സിന് വരാൻ പോകുന്ന റസൽ പലൂസയിൽ മാച്ച് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്നും നോക്കാം. ഈ രണ്ട് ന്യൂസാണ് നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നാളെ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് AAA മെഗാ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മാച്ച് സ്മാക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് സ്മാക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷം 7:30 AAA WWE ചാനൽ നടത്തുന്ന സ്പെഷ്യല് അവരുടെ യൂട്യൂബ് ചാനലിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മെയിൻ ഇവന്റിലാണ് ഈ മാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ മാച്ചിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയാൻ കാരണം AJ സ്റ്റൈൽസ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ വീണ്ടും WWE പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാച്ചിന്റെ അവസാനം AJ സ്റ്റൈൽസിന്റെ ഒരു ഇടപെടൽ കാരണം ഡൊമിനിക്ക് തോൽക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഡൊമിനിക്ക് എന്തായാലും ഈ മാച്ചിൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോനെ കൊണ്ടുവന്ന് മാച്ച് വിൻ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് AJ സ്റ്റൈൽസ് വന്നേക്കാം. അപ്പോൾ ഇതുപോലെ എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡൊമിനിക്ക് AAA ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുപോലെ പിന്നീട് നടക്കുന്ന സ്പെഷ്യലിൽ AJ സ്റ്റൈൽസ് IC ചാമ്പ്യൻഷിപ്പ് ജയിച്ചേക്കാം. അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ട്രിപ്പിൾ എച്ചിന് അമ്മാരി ചീത്തയാണ് സോഷ്യൽ മീഡിയയിൽ കേട്ടത് റോ എപ്പിസോഡിൽ തോൽപ്പിച്ചതിന് ശേഷം. അപ്പോൾ നോക്കാം മെഗാ ചാമ്പ്യൻഷിപ്പ് മാച്ചിൻ്റെ ഇടയ്ക്ക് AJ സ്റ്റൈൽസ് വരുമോ, ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്ന്. നിർഭാഗ്യവശാൽ എനിക്ക് ആ ഷോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്മാക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിവ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, അതിന് തന്നെ ഒരുപാട് സമയമാകും. അതുപോലെ ജഡ്ജ്മെന്റ് ഡേ ടീമിനെ പറ്റി ഒന്ന് പറയാം. അതായത് ഇത്രയും നാള് ഒരു 6-7 മാസമായിട്ട് ഫിൻ ബാലർ ജഡ്ജ്മെന്റ് ഡേ ടീം വിട്ടു പോകുന്നത് പോലെയും ഡിമാൻ ക്യാരക്ടർ തിരിച്ചു വരാൻ പോകുന്നത് പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറിക്കൊണ്ട് ഫിൻ ബാലർ അല്ല, അതിന് പകരം ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് ജഡ്ജ്മെന്റ് ഡേ ടീം വിട്ടു പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഇവര് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം ഡൊമിനിക് ടീമുമായിട്ട് അത്ര ധാരണയിലൊന്നുമല്ല പോകുന്നത്. അതായത് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഉദാഹരണം AJ സ്റ്റൈൽസിന്റെ കൂടെ നടന്ന മാച്ചിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് ഡൊമിനിക്കാണ് ഈ ഒരു ടീം വിട്ട് ലെഫ്റ്റ് ആകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഫിൻ ബാലർ ഈ ഒരു ടീമിൽ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇവർ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് ഡൊമിനിക്ക് ഫിൻ ബാലർ മാച്ച് വരുന്നത് പോലെയും ഫിൻ ബാലർ പോകുന്നത് പോലെയുമാണ്. ഇപ്പോൾ ഒക്കെ ഉൾട്ടയാക്കിക്കൊണ്ട് ഡൊമിനിക്കിനെയാണ് ഈ ഒരു ടീമിൽ നിന്നും പറഞ്ഞു വിടും എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഇതും കുറേ നാളോട്ട് ഓടിച്ചതിന് ശേഷം ഇല്ല ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിന്നേക്കാം. എന്തായാലും നോക്കാം ഡൊമിനിക്ക് ഈ ഒരു ടീമിൽ നിന്നും പോകുമോ എന്ന്. പോകും എന്ന് പറഞ്ഞാണ് ഇപ്പൊ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഈ വരാൻ പോകുന്ന റസൽ പലൂസയിൽ റിട്ടൈൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് റസൽ പലൂസയിൽ കോഡി റോഡ്സിന് മാച്ച് കൊടുക്കാനായിട്ട് WWEക്ക് പ്ലാൻ ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് വന്നേക്കാം. റാൻഡി ഓർട്ടൺ, ഡ്രൂ മാക്കിൻറ്റയർ ഇവരുടെ മാച്ച് നടക്കുന്ന സമയത്ത് മാച്ചിന്റെ അവസാനത്തിൽ കോഡി ഒന്നുകൊണ്ട് ഡ്രൂ മാക്കിൻറ്റയർ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തേക്കാം. അപ്പോൾ റസൽ പലൂസയിൽ കോഡി റോഡ്സിന് മാച്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ്. അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാച്ച് നിർബന്ധമായിട്ടും പറയുന്നത് എന്ന് വെച്ചാൽ ഇവര് ESPNുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ ഒരു റസൽ പലൂസ റസൽ മെനിയ സമ്മർ സ്ലാം ലെവലിലാണ് ഇനി മുതൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് എല്ലാ വർഷവും ഈ ഒരു ഷോ നടത്തിക്കൊണ്ട് റസൽ മെനിയ സമ്മർ സ്ലാം ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് എല്ലാ നല്ല മാച്ചുകളും ഇതിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം നോക്കാം നാളെ സ്മാക്ക് ഡൗണിൽ കോഡി വരുമോ എന്ന്. ഇനി ജോൺ സീന, ബ്രോക്ക് ലെസ്നർ ഇവർക്ക് നടക്കാൻ പോകുന്ന ഫൈനൽ മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ച് റസൽ പലൂസയിലാണ് നടക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ജോൺ സീനയ്ക്കാണ് ചാൻസ് കൂടുതൽ. അതായത് ജോൺ സീന റിട്ടയർമെന്റ് ടൂർ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മാച്ചുകളിലും സീന തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഫൈനൽ മാച്ച് ഒഴികെ ബാക്കി എല്ലാ മാച്ചിലും സീന വിൻ ചെയ്ത് ഫൈനൽ മാച്ചിൽ സീന തോൽക്കും. അപ്പോൾ ഇത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റിട്ടയർ ചെയ്ത് പോകുന്ന റെസ്ലേഴ്സ് തോൽക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ മാച്ച് സീനയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ മാച്ചിൽ സീനയെ താഴെ നിർത്താതെയായിരിക്കും ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്യുക. അതായത് മാച്ച് മുഴുവനായിട്ടും ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രോക്കാണ്. മാച്ച് കഴിഞ്ഞതിന് ശേഷവും സീനയെ വലിച്ചു വാരി F5 എല്ലാം ചെയ്ത് ബ്രോക്ക് ലെസ്നർ മാസായി പോകുന്നത് പോലെയാണ് കാണിക്കുക.
അപ്പോൾ ഈ മാച്ചിൽ സീനയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇവരുടെ ഫൈനൽ മാച്ചാണ് ഇത് എന്നാണ് പറയുന്നത്. നോക്കാം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമോ എന്ന്. വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല, കാരണം റിട്ടയർമെന്റ് ടൂർ ആയതുകൊണ്ട് ഇനിയും റെസ്ലേഴ്സ് ലിസ്റ്റിലുണ്ട് ജോൺ സീനയ്ക്കെതിരെ മത്സരിക്കാനായിട്ട്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സൗദിയിൽ റസൽമേനിയ 2027 നടത്താൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി മുൻപേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.